Hello Mumbai, hello Mumbai, hello Mumbai, hello Mumbai. Powered by Aegon Shipping. Your cargo is our commitment. Aegon Shipping, moving the world for you. Brought to you by Amritveni. Amritveni Hair Elixir for Women. നയന പ്രകാശ് ഇതിനു മുമ്പ് നമ്മുടെ ഒരു പ്രോഗ്രാമിൽ വന്നു രാജേട്ടൻ അറിയായിരിക്കും. നയന പ്രകാശ് കഴിഞ്ഞ കുറെ നാൾ എനിക്ക് നയനോടൊരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ബിസിയാണ്. മണിക്കൂറുകളോളം യാത്ര ചെയ്ത് ഒരുപാട് പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് കൂടാതെ ഇന്ന് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് നയന തന്നെ പറയും. ദൂരദർശന്റെ ബി ഗ്രേഡ് ആർട്ടിസ്റ്റ് ആയിട്ട് തെരഞ്ഞെടുത്തു. അതൊരു വലിയ ഭാഗ്യമാണ്. അത് എനിക്ക് തോന്നുന്നു നയനയുടെ ഒരു ഡെഡിക്കേഷന്റെ ഭാഗം തന്നെയാണ്. നയനക്ക് എത്ര സ്റ്റുഡൻസ് ഉണ്ട്? എനിക്ക് അറൌണ്ട് 50 സ്റ്റുഡൻസ് ഉണ്ട്, ഓൺലൈൻ ഓഫ്ലൈൻ. ഇനി എന്താണ് ഒരു ആഗ്രഹം? നയന നമ്മൾ സംസാരിച്ചപ്പോൾ നയന പറയുണ്ടായി നമ്മുടെ ഈ അതായത് കലാകാരന്മാർക്ക് വേണ്ട ഒരു പ്രചോദനം, പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. പല വേദികളിലും പറയുന്നത് വേദി മാത്രമേ ഉള്ളൂ. കാരണം കോസ്റ്റ്യൂമിന് അല്ലെങ്കിൽ ഇതിന് അവർ ചെലവഴിക്കുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് കിട്ടാറില്ല. നയനയുടെ ഡാൻസ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നയനയുടെ സ്റ്റുഡൻസിന്റെ ഡാൻസ് കണ്ടു കഴിഞ്ഞാൽ അവർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നും വരുന്ന ആർട്ടിസ്റ്റേക്കാളും നല്ലത്. പക്ഷെ ഈ കേരളത്തിൽ വന്ന ആർട്ടിസ്റ്റുകൾക്ക് ലക്ഷങ്ങളാണ് മേടിക്കുന്നത് അല്ലേ? പക്ഷെ നയനയ്ക്ക് കോസ്റ്റ്യൂമിന് പോലുമുള്ള പൈസ കിട്ടാറില്ല എന്നുള്ളതാണ്. അത് ശരിക്കും നമ്മുടെ സംഘടനകൾ കാണുന്നവര് തീർച്ചയായും അത് പരിഗണിക്കണമെന്നാണ് റിക്വസ്റ്റ് അല്ലെ? നയനയുടെ വിഷമം ഞാൻ ഇങ്ങനെ പങ്കുവച്ചിട്ടുണ്ട്. അതെ, അതിന് ഉപരി മീൻസ് സംഘടനക്കാര് മാത്രമല്ല, ഏത് ഒരു ആർട്ട് ഫോമിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഇതൊരു പ്രൊഫഷൻ തന്നെ, അത് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ പറയത്തില്ല എനിക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തു തരണം. അപ്പൊ അങ്ങനെ തന്നെയാണ് ഒരു ആർട്ടിസ്റ്റിനോട് നിങ്ങൾ പറയുന്നത് ഇവിടെ വന്നിട്ട് പെർഫോം ചെയ്യണം, പക്ഷെ നിങ്ങൾക്ക് എന്താ പറയുക പ്രൊമോഷൻ മാത്രമേ ഞങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് റോങ്. എത്ര നാളെ പ്രൊമോഷൻ തുടങ്ങിയിട്ട്? വർഷങ്ങളായി. അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു അച്ചീവ്മെന്റ് ആണ് ഇപ്പൊ കിട്ടിയത്, നമ്മുടെ ഒരു ബി ഗ്രേഡ് എന്നുള്ളത്. അതിൽ ചിലപ്പം തീർച്ചയായും അതായത് അവരൊക്കെ വരുമ്പോൾ വിളിക്കുകയും അതിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. അതിനൊരു ചെറിയ പേയ്മെന്റ് എന്തൊക്കെയായാലും കിട്ടും. അത് മാത്രമുള്ള ഒരു അച്ചീവ്മെന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, അത് മാത്രമല്ല, മീൻസ് നമ്മൾ എവിടെ പെർഫോം ചെയ്ത്, ഇപ്പൊ ഐ എം നോട്ട് എ ഓർഡിനറി വൺ. ലൈക്ക് ഐ ഹാവ് ഡൺ മാസ്റ്റേഴ്സ് ഇൻ പെർഫോമിംഗ് ആർട്ട്, സ്പെഷ്യലൈസ്ഡ് ഇൻ മോഹിനിയാട്ടം. സോ എന്നെ പോലെ അങ്ങനെ വളരെ അധികം മാസ്റ്റേഴ്സ് എടുത്ത ആളാണ്. മാസ്റ്റേഴ്സ് ചെയ്തു ഞാൻ പെർഫോമിംഗ് ആർട്സിൽ, മോഹിനിയാട്ടം സ്പെഷ്യലൈസ് ചെയ്തു. സോ അങ്ങനെ കുറെ ആർട്ടിസ്റ്റ് ഉണ്ട്. സോ ഞങ്ങളൊക്കെ പെർഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൊഫഷണൽ ആയിട്ട് ഞങ്ങൾക്ക് ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഞങ്ങള്. അപ്പൊ ഇത് ഞങ്ങളുടെ പ്രൊഫഷൻ ആണ്, ഞങ്ങളുടെ ഹോബി ആയിരുന്നു ഒരു സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ ഇത് പ്രൊഫഷൻ ആയിട്ട് മാറ്റി. സോ നിങ്ങൾക്ക് വന്നിട്ട് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല ഓക്കെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാം നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾ നല്ല ആർട്ട് ഫോം ആണ്, നിങ്ങൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇവിടെ വന്നിട്ട് ചെയ്യൂ, പക്ഷെ ഞങ്ങൾക്ക് പേയ്മെന്റ് തരാൻ പറ്റും. സാഡ് അല്ലേ? എത്ര വർഷങ്ങള് എല്ലാവർക്കും ഫ്രീ ആയിട്ട് എന്നുവെച്ചാൽ ഡാൻസ് എന്ന് പറയുമ്പോ ഒരിക്കലും ആൾക്കാർ അതിനൊരു എന്താ പ്രൊഫഷൻ ആയിട്ട് കണക്കാക്കുന്നില്ല. മോഹിനിയാട്ടം കലാകാരികൾക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് ഇനി ഒരു ആഗ്രഹം? മോഹിനിയാട്ടം കലാകാരികർക്ക് മാത്രമല്ല, എല്ലാ ക്ലാസിക്കൽ ആർട്ട് ഫോംസ് ആർട്ട് ഫോംസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട്, എന്താന്ന് വെച്ചാൽ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒത്തന്റിസിറ്റി നഷ്ടപ്പെട്ടു. ഈ ക്ലാസിക് ഡാൻസ് കാണാൻ പൊതുവെ ആൾക്കാർ കുറവാണ്. കാരണം നമ്മൾ പറയുന്നത് കഥകളി കാണാൻ ആൾക്കാർ, കാരണം ഭരതനാട്യവും മോഹിനിയാട്ടവും അങ്ങനെയല്ല. ശരിക്കും നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കലയാണ്. എന്നിട്ട് പോലും ആൾക്കാർ കുറവാണെന്നാണ് പറയുന്നത് അല്ലെ? അതെ, ഇപ്പം എന്താ പറയുന്നത്, വെസ്റ്റേണൈസ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം വെസ്റ്റേൺ കൾച്ചറാണ് കൂടുതൽ അഡോപ്റ്റ് ചെയ്യുന്ന ആൾക്കാര്. ബട്ട് സ്റ്റിൽ ആൾക്കാരുണ്ട്, പിള്ളേരെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് ഒരു ലിമിറ്റ് വരെ പഠിപ്പിക്കാൻ പോകുന്ന ഓക്കെ. പക്ഷെ നിങ്ങളൊരു ആർട്ട് മീൻസ് ഒരു ക്ലാസിക്കൽ പെർഫോമൻസ് പോയിട്ട് പേ ചെയ്തിട്ട് നിങ്ങൾ കാണുക, അതിനല്ലെങ്കിൽ അത്രയും വലിയ എന്താ ആർട്ടിസ്റ്റ് ആയിരിക്കണം. ആ ഒരു ചിന്താഗതി മാറണം എനിക്ക് തോന്നുന്നു. പക്ഷെ സ്റ്റുഡൻസ് ഒരുപാട് പേര് ഈ എന്താ പറയാ, നമ്മളിപ്പോ കുറച്ച് മുമ്പേ പറഞ്ഞ ജെൻസികൾ ഒരുപാട് പേര് വരുന്നുണ്ട് അല്ലേ? ആൺകുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട് അല്ലേ? പെൺകുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്, ആൺകുട്ടി ഒരുപാട് പേര് വരുന്നില്ലേ? ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൺപിള്ളേരുടെ ബാച്ച് വരുന്നുണ്ട്. അതൊക്കെയാലും എനിക്ക് ഇതിനകത്ത് വേറൊരു കാര്യമോ ചേട്ടാ, നമ്മുടെ ശബരിമലയിലെ പേട്ടതുള്ളൽ ഇവര് ചെയ്യുന്നുണ്ട് നാളെ. അതായത് നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഒരു 2 സ്റ്റെപ്പ് കണ്ടാലോ? അവരൊന്ന് വിളിച്ച് എത്ര പേരുണ്ട് ഈ പേട്ടതുള്ളലില്? ഒരു 7 to 8 ആൾക്കാരുണ്ട്. അത് ജസ്റ്റ് നോർമൽ ഡാൻസ് സെറ്റ് ചെയ്ത് അതിന്റെ ഇടയ്ക്ക് ഒരു ഗ്ലിംസ് പ്രസന്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയാ ആക്ച്വൽ പേട്ടതുള്ളത്. അപ്പൊ അതിന് പനവേലിലെ സ്വാമിമാര് അവര് വന്നിട്ട് അതിന്റെ ഇടയ്ക്ക് പേട്ടതുള്ളി, ഈ സ്വാമിമാരും എല്ലാം ഒന്നിച്ച് റോഡ് വഴി അല്ലെ പ്രൊസഷനായിട്ട് പോവുകയാണ്. തീർച്ചയായും അത് കാണേണ്ട കാഴ്ചയാണ്.
അതെന്തെങ്കിലും നമുക്ക് ഇതിന്റെ കുറച്ച് ക്ലിപ്പിംഗ് നിങ്ങൾ എയർ ചെയ്യുന്നതാണ്, നമ്മളത് പ്രേക്ഷകരെ കാണിക്കുന്നതാണ്. നമുക്ക് അവരെ ഒന്ന് വിളിച്ച് രണ്ട് സ്റ്റെപ്പ് കണ്ടാലോ? തീർച്ചയായും. കൂടി ശബരിമല സമയത്ത് പേഴ്സണലിൽ നേരിട്ട് കാണാൻ പറ്റാത്തവരുണ്ട്. പുള്ളിക്കാരും നായകനെയും കണ്ടിട്ടുണ്ടാവില്ല. എന്നിരുന്നാലും അത് നമ്മുടെ പുതിയ തലമുറയ്ക്കും അവിടെ പോകാൻ കഴിയാത്തവർക്കും വേണ്ടി ചെയ്യാം. തീർച്ചയായും മലമുമ്പിടെ ഒരു ബിഗ് സല്യൂട്ട്. ഇതുപോലെ കുറച്ചു മുമ്പ് നയന പറഞ്ഞ പോലെ പഴയ ആർട്ട് ഫോംസ് എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് കവിത, അല്ലെ? കവിത ചൊല്ലുന്നത് വളരെ കുറവാണ്. കാരണം ഇപ്പം ഒരു കുറച്ച് ആളുകൾക്ക് മുമ്പാണ് നമ്മുടെ വൈലോപ്പള്ളി ശ്രീധരൻ മേനോന്റെ ഓർമ്മ ദിവസമായിരുന്നു. അതായത് ഒരു കുട്ടി മാമ്പഴം അടിച്ചതറിയോ? വൈലോപ്പള്ളി ശ്രീധരൻ മേനോന്റെ മാമ്പഴം എന്ന കവിത കേട്ടിട്ടുണ്ട്. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകയെ അമ്മതൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചൂടുകട്ടി. ഇതുപോലുള്ള കവിതകളൊക്കെ ഇന്ന് ഇപ്പം നയന പറഞ്ഞ പോലെ പുതിയവരാരും അത് കണ്ടുപിടിക്കാനുള്ള പാടാറുമില്ല. അത് നമുക്കിവിടെ ഒരു കവിതയുള്ള ഒരാൾ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് വിളിക്കാല്ലേ? ഏത് കവിതയാണ് പാടാൻ പോകുന്നത്? ശ്രീ വയലാർ രാമവർമ്മ രചിച്ച ശ്രീനാരായണ ഗുരു എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലുന്നത്. മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരുമീ മധുരാക്ഷരമന്ത്രം ചൊല്ലിയിൽ നിന്നേ വരെ മരണമെന്നെപ്പോഴും ഓർപ്പിപ്പിക്കും മതം ആ മനുഷ്യന്റെ ശബ്ദത്തിൽ ഞടുങ്ങിപ്പോയി. മരണമെന്നെപ്പോഴും ഓർമ്മിപ്പിക്കും മതം ആ മനുഷ്യന്റെ ശബ്ദത്തിൽ ഞടുങ്ങിപ്പോയി. കർമ്മത്തിൽ നിന്നേ ധർമ്മ ചൈതന്യം വിളയിച്ച നമ്മുടെ ജന്മാന്തര സഞ്ചിത സംസ്കാരങ്ങൾ ആ ശിവഗിരി കുന്നിൽ കത്തിച്ച വിളക്കത്ത് വിശ്വസൗഹാർദ്ദത്തിന്റെ വളരെ മനോഹരമായിട്ട് ആലോചിക്കുമല്ല. കാരണം കവിത എന്ന് പറയുമ്പോൾ രണ്ട് കാര്യം, ഒന്ന് ഉച്ചാരണ ശക്തി, ഒന്ന് അക്ഷര സ്ഫുടതയും. ഇത് രണ്ടും ചേർന്നു. കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ വിവേകാനന്ദ സ്വാമിയോട് കേരളം മനുഷ്യാലയമാക്കി മാറ്റിയ ഗുരുദേവനെ കുറിച്ചുള്ള വരികളാണ്. വളരെ സന്തോഷം. താങ്ക് യു. അതാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ, അതായത് ഒരു കവിത ചൊല്ലണമെങ്കിൽ ഉച്ചാരണ ശുദ്ധി, അക്ഷര സ്ഫുടത അത് വേണം. ഇത് ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും എന്താണ് വേണം? അംഗശുദ്ധി. എന്താണ് ഈ അംഗശുദ്ധി എന്ന് പറഞ്ഞത്? അംഗശുദ്ധി എന്ന് വെച്ചാൽ നല്ല പോസ്ചർ, ഓക്കെ, അത് ക്യാരി ചെയ്യണം. ഐ മീൻ പ്രോപ്പർ ആയിട്ട് ലൈൻസ് ഒക്കെ, അത് നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്നത്, അതെല്ലാം മാറ്റർ ചെയ്യും. ആ മാറ്റർ എന്ന് പറയുന്നത് ഇത് ഇന്നവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതിന് സൗന്ദര്യം എന്തെങ്കിലും ഒരു ഘടകമാണ്? ഒരിക്കലും അല്ല. എന്താണ് പിന്നെ ഒരു ഘടകം എന്ന് പറയുന്നത്? അതിനോടുള്ള പാഷനാണ്. പാഷൻ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാം. ഓക്കെ, ഒരു 2 സ്റ്റെപ്പ് എന്തായിരിക്കാം താങ്കൾക്കൊരു ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് പെട്ടെന്ന് വഴങ്ങുന്ന ഏതായിരിക്കും സ്റ്റെപ്പ്? ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞത്, നമ്മളിപ്പോ കുറച്ചു മുമ്പ് സംസാരിച്ച പോലെ നമ്മളെ വിട്ടുപോയ ശ്രീനിവാസനെ പണ്ട് ജഗതി പഠിപ്പിച്ച പോലെ നവരസങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഏത് രസങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഇതിൽ? കാരണം ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി കേരളത്തിൽ വന്നത്, ഈ അടുത്തിടയ്ക്ക് വന്നത് ഇതിനെ കുറിച്ചായിരുന്നു ചർച്ച, അല്ലെ? അപ്പൊ എനിക്ക് ഒന്ന് എന്താണെന്ന് കാണിക്കാം. അതിനെന്താണ് ഒരു 2 സ്റ്റെപ്പോ അല്ലെ എന്തുകൊണ്ടായിട്ടോ? ഒരു ചെറിയ പീസ്. രുചി
ഇത് ഏത് ഫോം ആയിരുന്നു ഈ ഡാൻസ്? മോഹിനിയാട്ടം മോഹന. ഇതില് അഭിനയ പീസായിരുന്നു. ഓക്കെ, എന്തായിരുന്നു ആ ഒരു സ്റ്റോറി എന്തായിരുന്നു? ഇത് അഷ്ടനായിക എന്ന് പറയുന്ന 8 moods ഓഫ് നായിക ഇൻ ലവ്. ഓക്കെ അതാണ് അഷ്ടനായിക. ഓക്കെ അപ്പൊ ഇതിനകത്ത് ഞാൻ കാണിച്ചത് വാസക സജ്ജിത നായിക. ഓക്കെ നായിക അവളുടെ ലോർഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്, ബെഡ് ചേമ്പറും പിന്നെ വീടൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു പീസാണ്. ഓക്കെ, നമുക്കിത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വേണ്ടി വരും ഒരാൾക്കൊരു ശരിക്കും ഒരു ഡാൻസ് മുഴുവൻ പഠിച്ചെടുക്കണം? പ്രൊഫഷണലി പഠിക്കുകയാണെങ്കിൽ 7 years കോഴ്സ്. ഓക്കെ, അതല്ലാതെ താല്പര്യത്തോട് മാത്രമേ ഡിഗ്രി ചെയ്യാതെ ഒരു പാഷനായിട്ട് ചെയ്യാൻ ചെയ്യുവാണെങ്കിൽ അത്ര സമയം എടുക്കത്തില്ല. നിങ്ങൾ എങ്ങനെ ഗ്രാസ്പ് ചെയ്യുന്നോ അതനുസരിച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകും. കാരണം ഈ ഗുജറാത്തികൾ എന്ന് പറയുമ്പോൾ അവര് ബേസിക്കലി അല്ലേ ചെറിയ വയസ്സ് തൊട്ടേ അവർ ഈ മറ്റേ ഡാൻസ്, ദാണ്ടിയ ഇതൊക്കെ കളിച്ചു വരുന്നുണ്ട്. അവർക്ക് അതുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. നമ്മൾ മലയാളികൾക്ക് നേരെ തിരിച്ചാണ്. തിരുവാതിര ഉണ്ടല്ലോ, നമുക്ക് ശരിയാ തിരുവാതിര. പക്ഷെ തിരുവാതിര കൈകുട്ടികളിലേക്ക് മാത്രം ഒതുങ്ങി പോകാറുണ്ട് പലരും. ഇനി എന്താണ് ഒരു ആഗ്രഹം ജീവിതത്തിൽ? ഇനി ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിസ്റ്റ് ഇപ്പം ഞാൻ ഒരു 60+ ആയി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പെർഫോമൻസിനോട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. പല ബുദ്ധിമുട്ടും വരും. അല്ലെങ്കിൽ ഞാൻ അത്രയ്ക്കും വലിയൊരു ആർട്ടിസ്റ്റ് ആവണം. സോ അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഒരു പെൻഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഇൻകം ആകെ ആ ക്ലാസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അത് മാത്രമേ ഉള്ളൂ അവർക്കൊരു ഇൻകം എന്ന് പറയുന്നത്. സോ എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പെൻഷനോ ഗവൺമെന്റ് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യണം. അപ്പം ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നയനയുടെ അമ്മ എന്തോ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഉള്ള ഒരാളാണ് അല്ലെ? അമ്മ BJP പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ത്രൂ അങ്ങനെ കണക്ഷൻ ആയിട്ട് ചെല്ലുന്നുണ്ട്. അതെ, അല്ല നടക്കട്ടെ, തീർച്ചയായും. കാരണം ഇവരിപ്പോ പറഞ്ഞ പോലെ ഇത് പാഷനായിട്ട് കൊണ്ടു നടന്നതിന് ശേഷം ഒരു റിട്ടയർമെന്റ് കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യും അല്ലെ? കലാകാരന്മാർക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ഗവൺമെന്റ് ചെയ്യണം. അത് മഹാരാഷ്ട്ര ഗവൺമെന്റുമായിട്ടാണ് നയന സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് സഫലമാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. വേറെന്താണ് നയനയുടെ ഒരു ആംബിഷൻ ജീവിതത്തിൽ? എന്ത് ഇനി ഇങ്ങനെ ഒരു പെർഫോമൻസ് എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്ത് പെർഫോമൻസ് ആയിരിക്കും? ഒരു പ്രൊഡക്ഷൻ. ഓക്കെ, ട്രൈ ചെയ്യുന്നത് എല്ലാ 8 ക്ലാസിക്കൽ ഡാൻസ് ഫോമിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വലിയ പ്രൊഡക്ഷൻ ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രത്തോളം നമ്മൾ എത്തുമെന്ന തീർച്ചയായും അതിലൊരു ചാൻസ് കിട്ടുമെന്നുള്ളതാണ് എന്റെയും വിശ്വാസം. കാരണം ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കും. നമ്മൾ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നത്തിന് പുറകെ നിങ്ങൾ സഞ്ചരിക്കൂ, അതൊരിക്കൽ സാക്ഷാത്കരിക്കപ്പെടുമെന്നാണ്. പിന്നെ മയൂഖ എന്നൊരു സംഭവം ഉണ്ട് നയന, അതായത് നയന എന്താണ് മയൂഖയെ കുറിച്ചൊന്ന് പറയും? മയൂഖ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ടു പ്രിസർവ് ആൻഡ് പ്രൊമോട്ട് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ്. ഇന്നത്തെ കാലത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്ന സംഭവം എല്ലാവരും എന്താ പറയുന്നത്, അതിന് സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഒത്തന്റിസിറ്റി എല്ലാം മറിഞ്ഞു പോവുക, മിക്സ് മാച്ച് ആയിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത്. സോ ഞാൻ ട്രൈ ചെയ്യുന്നത് കൂടുതൽ ന്യൂ ജനറേഷനെ ക്ലാസിക്കൽ ഡാൻസ് എന്താണെന്ന് അറിയിക്കാൻ, അറ്റ് ദ സെയിം ടൈം പേരൻസിന് മീൻസ് കാണികൾക്ക് അത് എന്താണ് ഒത്തന്റിക് ക്ലാസിക്കൽ ഡാൻസ് ഫോം അത് ചെയ്യുന്ന. അറ്റ് ദ സെയിം ടൈം കുറെ ആർട്ടിസ്റ്റ് ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പ്രൊമോഷൻ മാത്രമേ കിട്ടാറുള്ളൂ, ഞങ്ങൾക്ക് പേയ്മെന്റ് ഒന്നും കിട്ടാറില്ല. അപ്പൊ അങ്ങനെ കുറെ നല്ല ആർട്ടിസ്റ്റ്, നല്ല ടാലൻസ് അവരവരുടെ സ്ട്രീം ചേഞ്ച് ചെയ്യുന്നു, വേറെ ജോലിക്കൊക്കെ പോകും. അപ്പം അത് നമ്മുടെ ഒരു നഷ്ടമല്ലേ, ഒരു കലയാണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ തപ്പിയിട്ട് അത്ര എന്താ പറയുന്നത് ഡിസേർവിംഗ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിന് നമ്മൾ സ്റ്റേജ് കൊടുക്കുക, നല്ല രീതിയിൽ പ്രൊമോഷനും കാര്യങ്ങളും ചെയ്തിട്ട് അവരുടെ എല്ലാ എക്സ്പെൻസും ഇൻക്ലൂഡിങ് എന്താ പറയുന്നത് അവരുടെ ട്രാവൽ, സ്റ്റേ, ഓർക്കസ്ട്ര ഇസ് വെരി എക്സ്പെൻസീവ്. സോ അങ്ങനെ അതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ട് അവർക്കൊരു സ്റ്റേജ് കൊടുക്കും ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട്. ഇതാണ് ആക്ച്വൽ പ്രൊമോഷൻ. സോ അങ്ങനെ നമ്മൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാനത് ഈ വർഷം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത വർഷം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും മയൂഖയും ഒപ്പം നയനയും അറിയപ്പെടുന്ന വലിയ കലാകാരിമായി മാറട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.
ഹരിവരാസനം വിശ്വമോഹനം ഹരിതരീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഞാൻ ആക്ച്വലി ഒന്ന് ഭയപ്പെട്ടാണ് ഇവിടെ ഇരുന്നത്. ഇത് ഒറിജിനൽ വിളക്ക് തന്നെയാണ് അല്ലേ? അതെ, വിളക്ക് തന്നെയാണ്. ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്തു? കാരണം അത് വിളക്ക് കത്തിച്ച് എണ്ണയുണ്ട്, തിരിയും. ആദ്യം ഒരു 2 ദിവസം ഞങ്ങള് വിളക്ക് തന്നെ തലയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത്. അപ്പൊ സ്റ്റെപ്പ് ഒന്നുമില്ല, അങ്ങനെ തന്നെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾക്കൊരു ബാലൻസ് ആയതിനു ശേഷമാണ് ടീച്ചർ ഞങ്ങൾക്ക് ഓരോരോ സ്റ്റെപ്പായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ തുടങ്ങി. അങ്ങനെ ഒരു ഏകദേശം ഒരാഴ്ച 1.5 ആഴ്ച അത്ര ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുള്ളൂ. ടൂറിസ്റ്റർ പറഞ്ഞു തന്നു ഇത് തലയിൽ വെച്ച് നടക്കാൻ. വീട്ടിലെ ആൾക്കാർ വെക്കില്ല, ഇവരെന്ത് ഇങ്ങനെ വെച്ച് നടക്കും. ഇങ്ങനെയും ചെയ്തിരുന്നു. വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ വിളക്കം വെച്ചിട്ടാണ് കൂടുതലും ഞങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം വീട്ടിൽ വൈകുന്നേരം വിളക്കെത്തി വരെ തല കുത്തി വിളക്കെത്തി അല്ല. എന്തൊക്കെയാലും മനോഹരമായി. കാരണം അത് തീർച്ചയായും ഒരു വേദിയിൽ പ്രത്യേകിച്ച് വലിയ റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു 3 ഗാനവും കണ്ടിന്യൂസ് ആയിട്ട് ആലപിച്ച് ഒരു വേദിയിൽ ചെയ്യാനുള്ള. തീർച്ചയായും അതിന്റെ ടീച്ചർക്ക് വേണം ആദ്യം കൈയടി, രണ്ടാമത്തെ കൈയടി ഈ കലാകാരി മാത്രം. അപ്പം എന്റെ അറിവ് പ്രകാരം ശരിയാണെങ്കിൽ 3 വർഷം കണ്ടിന്യൂസ് പ്രൈസ് മേടിച്ചവരാണ് അല്ലേ? അതെ, 3 വർഷം സോണൽ, പിന്നെ മലയാള കലോത്സവത്തില് ഫൈനൽ റൗണ്ടിൽ നമ്മള് വാങ്ങിയിട്ട്. ഇനിയിപ്പോ അങ്ങോട്ടേക്ക് പ്രൈസ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ഇനി നിങ്ങളുടെ മുമ്പിൽ വിളക്കെത്തിച്ച് വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്തൊക്കെയാലും ഇവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഹലോ മുംബൈയുടെ എപ്പിസോഡ്, ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതാൻ മറക്കരുത്. thehelloMumbai@gmail.com. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. Till then, take care and bye-bye. फिर मिलेंगे. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ, സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ലാ കാഴ്ചയുമായി. ഹലോ മുംബൈ, നിങ്ങളുടെ മുന്നിൽ ഹലോ മുംബൈ. ഹലോ മുംബൈ, ഹലോ മുംബൈ. Powered by Acorn Shipping. Your cargo is our commitment. Aegon Shipping, moving the world for you. Brought to you by Amrtveni. Amritveni Hair Elixir for Women.